കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനങ്ങൾ. കോട്ടയം വടവാതൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഗേറ്റ് ചർച്ച് പഠിപ്പിക്കുന്ന ചില ബൈബിൾ വിരുദ്ധ ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠന പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഓരോ എപ്പിസോഡുകൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോഴും തുറന്ന മനസ്സോടെ ഞങ്ങളുടെ കാര്യം പരസ്യമായി പ്രസ്താവിക്കട്ടെ. ഗേറ്റ് മിനിസ്ട്രി ചെയ്യുന്ന ദേവദാസനോടോ അദ്ദേഹത്തിന്റെ സഭയോടോ ഒന്നും ഞങ്ങൾക്കാർക്കും യാതൊരു വിധമായ വിരോധമോ പ്രശ്നങ്ങളോ ഇല്ല. എന്നാൽ അവർ പഠിപ്പിക്കുന്ന ചില ഉപദേശ വിഷയങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമാകിയാൽ ആ ഉപദേശ വിഷയങ്ങളെയാണ് ഞങ്ങൾ ഇവിടെ കർക്കശമായി എതിർക്കുന്നതും അതിനെ ഖണ്ഡിക്കുന്നതും. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ 13 വിഷയങ്ങളിലാണ് സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്. ആ 13 വിഷയങ്ങളിൽ ഏതാണ്ട് 5 വിഷയങ്ങൾ ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇത് 6ാമത്തെ എപ്പിസോഡാണ്. ഈ 6ാമത്തെ എപ്പിസോഡിൽ 2-3 കാര്യങ്ങൾ ഒന്നിച്ച് ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പറയുന്നത് റോമർ തുടങ്ങി ഫിലേമോന്റെ ലേഖനം വരെയുള്ള 13 ലേഖനങ്ങൾ മാത്രമാണ് ദൈവസഭയ്ക്ക് ഉള്ള ലേഖനങ്ങൾ, മറ്റേത് ദൈവസഭയ്ക്ക് ഉള്ള ലേഖനങ്ങൾ അല്ല എന്നാണ്. ഇത് മറ്റൊരു ഒരു 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 വിഷയമാണ്. അപ്പോസ്തോലിക കാലം മുതൽ, ലേഖനങ്ങൾ പൂർത്തീകരിച്ച കാലം മുതൽ അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും പിന്നീട് വന്ന ചർച്ച് കൌൺസിലും ഡൗൺ ത്രൂ ദി സെഞ്ചുറി, നൂറ്റാണ്ടുകളിലൂടെ നിലനിന്നു വന്ന ദൈവസഭയും എബ്രായ ലേഖനം കൂടി പൗലോസാണ് എഴുതിയത് എന്ന് വന്നാൽ പൗലോസിന്റെ ലേഖനങ്ങൾ 14, ബാക്കി ലേഖനങ്ങൾ 7, മൊത്തം 21 ലേഖനങ്ങളാണ്. റോമർ തുടങ്ങി യൂദായുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങളാണ് ദൈവസഭയുടെ ഉപദേശങ്ങൾക്ക് അടിസ്ഥാനമായി നൽകപ്പെട്ടത് എന്നാണ്. പൗലോസ് ലേഖനങ്ങളെ നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ റോമർ തുടങ്ങി ഫിലേമോൻ വരെയുള്ള ലേഖനങ്ങളാണ് സഭയ്ക്കുള്ള ലേഖനങ്ങൾ, മറ്റേത് ഒന്നും സഭയ്ക്കുള്ളതല്ല എന്നിവർ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. ഇനി ആ വിഷയത്തിന് വേണ്ടി ഒരു പക്ഷെങ്കിൽ സമയം കണ്ടെത്തി അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു വിശദാംശം, ഒരു വിശദീകരണം കേൾക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അതിന് അധികം താമസിയാതെ അദ്ദേഹത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒന്ന് കാണാം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിഷ്കളങ്കരും നിരപരാധികളും വചനത്തിൽ വേണ്ടത്ര നിലയിലുള്ള അറിവോ പരിജ്ഞാനോ ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഈ വക വിഷയങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഇതിനു മുമ്പുള്ള ഒരു പഠിപ്പിക്കലില്ല. അതായത് നമ്മുടെ ഈ എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ നിരന്തരമായി അവർ ചെയ്തു വരുന്ന ആരാധനാക്രമങ്ങളോടുകൂടിയ ആരാധനയും മറ്റ് അവരുടെ ഇടവയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ ഈ സഭാവിഭാഗങ്ങൾ പഠിപ്പിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക്കായി ദൈവവചനം പഠിപ്പിക്കുന്ന, ഉപദേശം പഠിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതി അങ്ങനെയുള്ള സഭകൾക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വിഭാഗങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്ന ആളുകൾ പ്രഥമത ഈ ഉപദേശം കേൾക്കുമ്പോൾ പെട്ടെന്ന് സംശയിക്കാതെ തന്നെ അത് വെട്ടിപിടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ച് പറഞ്ഞു, കാനഡ, അമേരിക്കൻ ഐക്യനാടുകൾ ഇവരൊക്കെ അവിടെയൊക്കെ ഈ പടിവാതിൽ സഭ വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ശരിയാണ്, വിപരീത ഉപദേശ കൂട്ടങ്ങളോട് ആളുകൾ വളരെ വേഗത്തിൽ അട്രാക്ട് ചെയ്യപ്പെടുകയും അതിന്റെ അംഗത്വം സ്വീകരിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ദൈവസഭയുടെ അടിസ്ഥാനങ്ങൾ വിവരിക്കുന്ന 4 സുവിശേഷങ്ങളിൽ അതിന്റെ ചരിത്രപരമായ സ്ഥാപനം, അതിന്റെ വളർച്ച തുടങ്ങി ഏതാണ്ട് അപ്പോസ്തോലിക കാലത്തുകൂടിയ 37 വർഷക്കാലത്തെ സഭയുടെ ചരിത്ര സംക്ഷേപം നൽകുന്ന പുസ്തകം പ്രവൃത്തിയുള്ള പുസ്തകം, റോമർ തുടങ്ങി യൂദാ വരെയുള്ള 21 ലേഖനങ്ങൾ. ഈ 21 ലേഖനങ്ങൾ ദൈവസഭയ്ക്കുള്ളതാണ്. അതില് അദ്ദേഹം പറയുന്നതനുസരിച്ച്
റോമർ, 1-2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, തെസ്സലോനിക്ക, 1-2 തെസ്സലോനിക്കർ, പിന്നെ ഫിലേമോൻ, ഈ പറയപ്പെട്ട ലേഖനം. ബാക്കി വരുമ്പോൾ പിന്നെ എബ്രായ ലേഖനം, യൂദായുടെ ലേഖനം, പത്രോസിന്റെ 1-2 ലേഖനങ്ങൾ, യാക്കോബിന്റെ ലേഖനങ്ങൾ, ഈ ലേഖനങ്ങളൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയേണ്ടായി വരുന്നു. പത്രോസിന്റെ ലേഖനങ്ങൾ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം പോലെ തന്നെ ഇടയ ലേഖനങ്ങളാണ്. ദൈവസഭയിലെ ഇടയന്മാരെ, അവരുടെ ശുശ്രൂഷകള്, പ്രവാസികളായിരിക്കുന്ന വിശുദ്ധന്മാരെ, അവരുടെ ഭാഗ്യകരമായ ഭാവി പ്രത്യാശ ഇത്യാദി വിഷയങ്ങളൊക്കെയാ അതിനകത്ത് പത്രോസ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ അദ്ദേഹം വ്യക്തമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ദൈവസഭയ്ക്കുള്ളതാണെന്നാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. യൂദ തുടങ്ങുന്ന തന്നെ സഹോദരന്മാരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം വേണ്ടി പോരാട്ടം കഴിക്കേണ്ടത് ആവശ്യമെന്ന് എനിക്ക് തോന്നി എന്ന് പറയാൻ, ഹി വാസ് കൺസ്ട്രെയിൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു റൈറ്റ് അബൌട്ട് ഹൗ ടു ഡിഫെൻഡ് ദ ഫെയ്ത്ത് വിച്ച് വൺസ് വാസ് ഡെലിവേർഡ് ടു ദ സെയിൻസ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി നൽകപ്പെട്ടിരിക്കുന്ന അതിപരിശുദ്ധമാകുന്ന വിശ്വാസം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാനുള്ള വിശ്വാസമല്ല, രക്ഷിക്കപ്പെട്ടവർ പാലിക്കേണ്ട ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ്. അതായത് ഡോക്ടറിനെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ്. അത് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് യൂദായ്ക്ക് പരിശുദ്ധാത്മാവ് തോന്നിച്ചു. അദ്ദേഹം രക്ഷാശാസ്ത്രമാണ് എഴുതാൻ ആഗ്രഹിച്ചത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് ഇത് എഴുതാൻ വേണ്ടിയാണ്. വിശ്വാസികളായ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഉപദേശ സംബന്ധിയായി നാം ഡിഫെൻഡ് ചെയ്യേണ്ട, പ്രതിരോധിക്കേണ്ട ഉപദേശ സത്യങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന ഉപദേശ സത്യങ്ങളെല്ലാം നാം പ്രതിരോധിക്കേണ്ട ഉപദേശ സത്യങ്ങളാണ്. രക്ഷാസ്നാനം, അതുപോലെ തന്നെ സഭയുടെ വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര കൂട്ടായ്മ, പ്രാർത്ഥന, വചന ശുശ്രൂഷ, ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വിഷയങ്ങളെല്ലാം അത് പത്രോസും യാക്കോബ് പറയുമ്പോൾ വിശ്വാസത്താലാണ് നീതിരിക്കപ്പെടുന്നത് എന്ന എബ്രാലേഖനത്തിൽ അപ്പോസ്തലനും റോമാലേഖനത്തിലും പറഞ്ഞ ശേഷം നീതിരിക്കപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസം പ്രതിഫലിച്ച് കാണുന്നവന്റെ പ്രവൃത്തിയിലാണെന്നും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്നും, അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ വെളിപ്പെട്ടു വരുന്നതാണെന്ന് യാക്കോബ് പറയുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റോമർ തുടങ്ങി ഈ യൂദ വരെയുള്ള 21 ലേഖനങ്ങളാണ് ദൈവസഭയുടെ ഉപദേശ സംഹിതകളായി പുതിയ നിയമസഭ സ്വീകരിക്കുന്നത്. പക്ഷേ ഗേറ്റ് ചർച്ചുകാർ പഠിപ്പിക്കുന്നത് റോമർ തുടങ്ങി ഫിലിമോൻ വരെയുള്ള 13 ലേഖനങ്ങൾ മാത്രമേ ദൈവസഭയ്ക്ക് ഉള്ളൂ എന്നാണ്. ബാക്കി ലേഖനങ്ങൾ ആർക്കു വേണ്ടി എഴുതി, ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ, എന്താണ് ആ ലേഖനങ്ങൾ എഴുതുന്നതിന്റെ ഉദ്ദേശം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഗേറ്റ് ചർച്ച് ഭാരവാഹികൾ മറുപടി പറയുവാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത് പറയുന്ന മറ്റൊരു മൗഢ്യത എന്ന് പറയുന്നത്, കർത്താവ് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 47-ാം വാക്യത്തിൽ കർത്താവ് തന്നെ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നുള്ള പ്രസ്താവന യഹൂദ സഭയോടാണ് ചേർത്തുകൊണ്ടിരുന്നത്. യഹൂദ സഭയോടാണ് കർത്താവ് ചേർത്തുകൊണ്ടിരുന്നത്, അല്ലാതെ ക്രിസ്തീയ സഭ ആയിരുന്നില്ല എന്നാണ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 2-ാം അധ്യായത്തിന്റെ 47 വരെയുള്ള വാക്യങ്ങളെ മനസ്സിരുത്തി അകങ്കണ്ണ് തുറന്ന് ദൈവാത്മാവ് നൽകുന്ന പ്രകാശത്തോടൊന്ന് പഠിച്ചു നോക്കാൻ പ്രിയപ്പെട്ട ദൈവദാസനെ ഞാൻ ശുപാർശ ചെയ്യുന്നു. അവിടെ നാം വായിക്കുന്ന പ്രവൃത്തി 2-ൽ തന്നെയാണ് സഭ രൂപീകൃതമായത്. കഴിഞ്ഞ ദിവസം ഞാൻ 6 ന്യായാന്യായങ്ങൾ ഈ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മ സ്നാനത്താൽ മാത്രമാണ് ദൈവസഭ രൂപീകൃതമായത് എന്നും സഭ അതിനു മുമ്പ് ഇല്ല എന്നുള്ളതിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 6 ന്യായങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനൊന്നും ആ ദൈവദാസൻ മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്ന അടിസ്ഥാനപരമായ വേദപുസ്തകത്തിലെ റഫറൻസോടുകൂടിയ വിഷയ വിശകലനത്തിന് റഫറൻസോടുകൂടി തന്നെ മറുപടി പറയേണ്ട പകരം പഴയ നിയമത്തിന്റെ പിന്തുടർച്ചക്കാർ എന്ന പോലെ നിൽക്കുന്ന ഈ വിഭാഗം വാസ്തവത്തിൽ പുതിയ നിയമസഭയുടെ ഭാഗമേ അല്ല. അതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ വേറൊരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ബ്രദറൻകാരായ ആളുകൾ ഒരുപക്ഷെങ്കിൽ തന്റെ ആശയത്തെ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവര് അംഗീകരിച്ചിട്ടുണ്ട്. ബ്രദറുകാരെ അങ്ങനെയുള്ള ഈ വചനവിരുദ്ധമായ കാര്യങ്ങളൊന്നും അംഗീകരിക്കുകയില്ല. അവർ ദൈവവചനം സൂക്ഷ്മമായി പരിശോധന ചെയ്തവരാണ്. വിശ്വസനീയമാണെങ്കിൽ അത് അംഗീകരിക്കും, അത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും മാത്രമല്ല അതിനെ റെഫ്യൂട്ട് ചെയ്യും, ഖണ്ഡിക്കും വചനപ്രകാരം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ ദൈവവചനപ്രകാരം ഖണ്ഡിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് സമയത്തും ഖണ്ഡിക്കാമല്ലോ.
ഞങ്ങൾ സാധാരണ മനുഷ്യരാ, ഞങ്ങളെ ആരും ഭയപ്പെടുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരു വിഷയം പിന്നെ പൗലോസ് ആണ് ആദ്യത്തെ ക്രിസ്തീയ സഭയുടെ അംഗം. അപ്പോസ്തലനായ പൗലോസാണ് ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ അംഗം. പൗലോസിന്റെ കാലം മുതലാണ്, പൗലോസ് മുതലാണ് സഭ ഉളവാകുന്നത് എന്ന് പറഞ്ഞാൽ മിഡ് ആക്സ് തിയറി എന്നതിന് പറയും. പ്രവൃത്തികളുടെ പുസ്തകം മധ്യഭാഗം കൊണ്ടുള്ള ഒരു സിദ്ധാന്തം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ തർസോസിലെ ശൗല് രക്ഷിക്കപ്പെട്ട് വരുന്നതുവരെ ദൈവസഭ ഉണ്ടായിരുന്നില്ല എന്നുള്ള കണക്കൂട്ടിൽ പഠിപ്പിക്കുന്നതാണ്. എന്റെ പൊന്നു സഹോദരന്മാരെ, സഭ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലുണ്ടായി ആ സഭയോട് ഈ രക്ഷിക്കപ്പെട്ട 120 പേരും പിന്നെ അന്ന് രക്ഷിക്കപ്പെട്ട 3000 പേരും ചേർന്നതും പിന്നെ എണ്ണം പെരുകി വന്നതും. യഹൂദ സഭ എന്ന് പറയുന്നത് ക്രിസ്തീയ സഭയല്ല. അത് വളരെ വ്യക്തമായി ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു. രണ്ടും രണ്ട് പ്രമാണങ്ങൾ സ്ഥിതി ചെയ്യുന്നതാണ്. രണ്ടിന്റെയും നേതൃത്വത്തിൽ 2 ആളുകളാണ്. ഒന്ന് മോശയും മറ്റേത് കർത്താവായ യേശു. ഒന്ന് ന്യായപ്രമാണവും മറ്റേത് കൃപയുടെ പ്രമാണവും. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ സഭയെ നമ്മൾ പുതിയമത്തിൽ കാണുന്നില്ല. ഇത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടെ ന്യായപ്രമാണം പര്യവസാനിച്ചു. റോമാലേഖന 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞു, ആകയാൽ ന്യായപ്രമാണത്തിന് മേലാൽ നിങ്ങളുടെ മേൽ കർത്തൃത്വമില്ല. ന്യായപ്രമാണത്തിന് യാതൊരു അധികാരവും നമ്മുടെ മേലില്ല. വി ആർ നോട്ട് അണ്ടർ ദ ലോ ദാറ്റ് വി ഷുഡ് ഒബേ ഇറ്റ്. ന്യായപ്രമാണത്തെ നമ്മൾ അനുസരിക്കാൻ തക്കവണ്ണം നാം ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ല എന്ന് വ്യക്തമായി പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയേണ്ട അതിപ്രധാനമായ വിഷയം, സഭ പൗലോസ് മുഖാന്തരമല്ല ഉണ്ടായത്. ഒരല്പം കണ്ണു തുറന്ന എഫേസ് ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ നിങ്ങളെക്കുറിച്ച് ഈ കാലത്തിന്റെ വ്യവസ്ഥയ്ക്കായി എനിക്കുണ്ടായ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് ഈ കൃപാകാലഘട്ടത്തിലെ സഭയെ സംബന്ധിച്ചും അതിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ചും ദൈവം പ്രത്യേകമായൊരു വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസ് നൽകി. സഭയുണ്ടായത് പെന്തക്കോസ്ത് നാളിലും അതിന്റെ ആ പ്രാരംഭകാല വളർച്ച അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം വരെയും അത് തുടരുന്നു. എന്നാൽ സഭാസംബന്ധിയായ ഉപദേശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയോടുകൂടിയ വെളിപ്പാട് ദൈവം ഒരു പ്രത്യേക റെവലേഷൻ നിലയിൽ പൗലോസ് നൽകി. പൗലോസ് നൽകിയിട്ട് പൗലോസ് ആ കാര്യം നമുക്ക് രേഖപ്പെടുത്തിരിക്കുകയാണ്. അത് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അത് പൂർവ്വകാലത്ത് ഇന്ന് തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ട് ലഭിച്ചതുപോലെ പൂർവ്വകാലങ്ങളിൽ അറിയായി വന്നിരുന്നില്ല. അതായത് സഭയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും പഴയ നിയമകാലത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാനൊരു സഭയെ പണിയും എന്ന് കർത്താവ് മത്തായി 14:18 പറഞ്ഞതിനു ശേഷം പെന്തക്കോസ്ത് നാളിൽ ആ സഭ ഉണ്ടായി. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് പത്രോസിനെ വിളിച്ചു വരുത്തി കൊർന്നല്യോസ് പത്രോസിനെ കൊണ്ട് അവിടെ ചെയ്ത പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകളുടെ മേൽ ആദിയിൽ പെന്തക്കോസ്ത് നാളിൽ വിശ്വസിച്ചവരായ ഈ യഹൂദന്മാരുടെ മേൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് വരികയും അവിടെ വരുമ്പോൾ ഇനിയും ഏറിയ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കുമെന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്ക് പത്രോസ് അവിടെ വെച്ച് ഓർക്കുകയും മാത്രമല്ല, വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മെപ്പോലെ വിശ്വസിച്ചാറെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ വെള്ളത്തെ വിലക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയ ദൈവസഭയുടെ ഉപദേശ സത്യങ്ങളും പത്രോസ് പ്രസംഗിച്ചു വന്നതും ഒരേ കാര്യം തന്നെയാണെന്ന് പത്രോസ് സമ്മതിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് അതിന്റെ ശരിയായ വിഷയം. അതുകൊണ്ട് യഹൂദ സഭ എന്ന് പറയുന്ന സഭ അത് ക്രിസ്തീയ സഭയുമായി യാതൊരു ബന്ധവുമില്ല. അതിന് യാതൊരു ബന്ധവും ക്രിസ്തീയ സഭയുമായിട്ടില്ല. ഇസ്രായേൽ സഭ 12 ഗോത്രങ്ങളുടെ കീഴിൽ അവരെല്ലാവരും ഒന്നിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ ഇരിക്കുന്നെങ്കിലും അതാത് ഗോത്രത്തിന്റെ ആളുകൾ അതാത് ഗോത്രത്തിന്റെ കൊടിക്കീഴിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിന്നത്, രൂബേൻ മുതൽ ബെന്യാമിൻ വരെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കർത്താവ് നിർമ്മിക്കുന്ന ദൈവസഭയ്ക്കകത്ത് പല ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളിൽ നിന്നുള്ള ആളുകൾ വന്നാലും അവര് 4 പേരും ഈ രൂബേനെ പോലെയോ ശിമോനെ പോലെയോ ലേവിയെ പോലെയോ യഹൂദയെ പോലെയോ ബെന്യാമീനെ പോലെയോ ഇസാഖാറിനെ പോലെയോ സെപ്പറേറ്റ് ഐഡന്റിറ്റിയിൽ ട്രൈബൽ ഐഡന്റിറ്റി കഴിയല്ല. ഒരു ദൈവസഭയിൽ ഒരുവൻ വന്നു കഴിഞ്ഞാൽ ഈസ് നെയ്തർ എ ജ്യൂ നോർ എ ജെന്റൈൽ ബട്ട് എ ബിലീവർ ഇൻ ക്രൈസ്റ്റ്. അവൻ മേലാൽ യഹൂദനുമല്ല യവനുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ കർത്താവിന്റെ ശരീരത്തിലെ അംഗമാണ്. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 10:32 യഹൂദന്മാർക്കും യവന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായി തീരുവീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട്
ദൈവസഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ ആവിർഭവിച്ചതും അതിന് നിദാനമായി തീർന്ന പരിശുദ്ധാത്മ സ്നാനവും അത് യഹൂദിയിലും യെരുശലേമിലും ശമര്യരുടെ ദേശങ്ങൾ കൂടി കടന്ന് ജാതികളുടെ ഇടയിലേക്ക് വരികയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ സുവിശേഷ പ്രസംഗവും മാനസാന്തരവും നിമിത്തം. അപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ രഹസ്യം ഇതാണ്. പൗലോസിലൂടെയാണ് ഈ ദൈവസഭയ്ക്കുള്ള പൂർണ്ണമായ ഒരു വെളിപ്പാട്, അതായത് അതിന്റെ ഉപദേശങ്ങളുടെ പൂർണ്ണമായ രൂപം ദൈവം വെളിപ്പെടുത്തിയത് പൗലോസിലൂടെയാണ്. കാരണം അത് ദൈവത്തിന് അങ്ങനെയാണ് പ്രസാദം തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് പൗലോസിൽ കൂടെ ഈ ദൈവസഭ എന്ന് പറയുന്ന മർമ്മം, അതായത് ദൈവം ജാതികളെയും കൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശികളാക്കി തീർക്കുന്നു എന്നും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മേലാൽ യഹൂദനെന്നും യവനെന്നുമുള്ള വ്യത്യാസമില്ല എന്നും ഉള്ള സത്യം പൂർവ്വകാലങ്ങളിൽ അറിയാതിരുന്നതും ദൈവം വെളിപ്പെടുത്താത്തതുമായിരുന്ന ഈ മർമ്മത്തിന്റെ വെളിപ്പാട് എന്ന നിലയിൽ പൗലോസിലൂടെ കർത്താവ് വെളിപ്പെടുത്തി. അതുകൊണ്ട് സഭ ഉണ്ടായത് അതുമുതലാണെന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ ഗേറ്റ് ചർച്ചിന്റെ ഈ പാഠ്യപദ്ധതി വചനവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഈ റോമർ തുടങ്ങി ഫിലമോൻ വരെയുള്ള 13 ലേഖനങ്ങൾ മാത്രമേ ദൈവസഭയ്ക്കുള്ളൂ എന്നുള്ള പഠനവും അതും വാസ്തവത്തിൽ തെറ്റാണ്. അങ്ങനെയല്ല, ദൈവം അങ്ങനെയല്ല പറയുന്നത് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. ഇനിയുമുണ്ട് വിഷയങ്ങൾ. പക്ഷേ വീഡിയോ ഈ 16-17 മിനിറ്റ് ഒതുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഗേറ്റ് ചർച്ച് എത്രമാത്രം തല കുനിച്ചു വെച്ച് പഠിപ്പിച്ചാലും എത്ര യൂട്യൂബിനകത്ത് മെസ്സേജുകൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാലും വചനവിരുദ്ധത ഞങ്ങൾ കേട്ടാൽ ഞങ്ങൾ പ്രതികരിക്കും. പബ്ലിക് ഫോറത്തിൽ കിടക്കുന്നതുകൊണ്ട് പബ്ലിക് ഫോറത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദൈവവചന വിരുദ്ധമാണെന്ന് ഗേറ്റ് ചർച്ചിന്റെ ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവചന പ്രകാരം ഞങ്ങളെ കണ്ണിക്കാം. അത് തന്നെയല്ല, ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുമായിട്ടൊരു ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ വി ആർ റെഡി ഫോർ ദാറ്റ്. ഞങ്ങൾ അതിന് തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചാൽ മാത്രം മതി. അതിന് തയ്യാറാകാതെ പറയുന്ന ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് അവരോടൊന്നും ഇതിനെക്കുറിച്ചൊന്നും തെളിയിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഞാൻ അതിനൊന്നും പോകുന്നില്ല, അവരെന്ത് വെള്ളം പറഞ്ഞോട്ടെ എന്നൊക്കെയാണ്. അതൊക്കെ നിന്ന് പോകാൻ വേണ്ടി പറയുന്നതാണ്. ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ന്യൂജൻ സഭകളിലെ നമ്പർ 1 കൾട്ട് ഗ്രൂപ്പാണ് ഗേറ്റ് ചർച്ച് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ.